നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞത്, ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ മതം എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്ക്, ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു മാർഗദർശനമായിട്ടാണ് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത് 23 വർഷം അവിടെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചത്, ഒരു മനുഷ്യനായി ജീവിച്ചത്. നബി കരഞ്ഞതില്ലേ, നബിന്റെ ആൺകുട്ടികൾ മരിച്ചുപോയി, നബി കരയാണ്, കണ്ണിന്നിങ്ങനെ വെള്ളം വരികയാണ്. അപ്പോ സഹാബത്ത് ചോദിക്കണം, എന്താ നബിയത്, എന്താ നബിയെ? നബി കരയേ? അതെ, അതെന്താണ്? അത് മനുഷ്യപ്പറ്റുള്ള ആരും എന്ത് ചെയ്യും? കരയും. അതൊന്നും ഒരാൾ കരയാ എന്നത് എന്തല്ല, അത് ഈമാനെതിരല്ല, നമ്മൾക്ക് വിശ്വാസത്തിനെതിരല്ല. സങ്കടം ദുഃഖമൊക്കെ മനുഷ്യനുണ്ടാവും, അതിൽ കരച്ചിലൊക്കെ വരും. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കൂല. യതീമായി ജനിച്ച്, വാപ്പയില്ലാതെ ജനിച്ച്, ഉമ്മ നേരത്തെ മരിച്ച്, പിതാമഹനാൽ വളർത്തപ്പെട്ട് പിതാമഹനും മരിച്ച്, അല്ലേ? എന്നിട്ടോ കുടുംബക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി, അല്ലേ? ഒരു പ്രായമായപ്പോൾ എന്താണ്, നുബുവത്ത് കിട്ടി. നാട്ടുകാർക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്ന ആ പ്രവാചകൻ വെറുക്കപ്പെട്ടവനായി മാറുകയാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, അല്ലേ? കല്യാണം കഴിച്ചയച്ച പെൺകുട്ടികള് ഡൈവോഴ്സ് ചെയ്യപ്പെടുക. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ജനിച്ച ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക, അല്ലേ? അവസാനം ഉപരോധിക്കപ്പെടുക. ഒരു മലഞ്ചെരുവിൽ 3 വർഷം അവിടെ താമസിക്കുകയാണ്. ഏറ്റവും താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി ആ കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സമ്പന്നയായ, അതിസമ്പന്നയായ ഖദീജ റളിയല്ലാഹു അൻഹു അവസാനം മരിക്കുന്നത് 3 വർഷം ഉപരോധത്തിൽ മലഞ്ചെരുവിൽ കൊടും പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിലാണ് മരിച്ചു പോണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വർഷമാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്, ഖദീജ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ചോദിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ, എന്താണ്, ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച ആ കാലഘട്ടമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ കാലഘട്ടമെന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല എന്നാണ്. അല്ല, അതിനേക്കാൾ എനിക്ക് വിഷമമുണ്ടാക്കിയത് ഞാൻ തായിഫിലേക്ക് അഭയം ചോദിച്ചു പോയിട്ട് അവിടുന്ന് ഓരോ വീട്ടിലും കയറി അവിടെയൊക്കെ എനിക്ക് അഭയം നിഷേധിച്ച് അവിടെ കുട്ടികൾ തെരുവിലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തിൽ നിന്ന് ചോര വീണു എന്നാണ്. അത്തരം പീഡനങ്ങൾ തായിഫിൽ നബി ഏറ്റു. അന്നാണ് നബിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോ ഇങ്ങനെ ഒരു പ്രവാചകനെ 23 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമായി ജീവിച്ച് ആ ജീവിതം ഇങ്ങനെ വള്ളി പുള്ളി മാറ്റമില്ലാതെ ഇവിടെ രേഖപ്പെട്ട് കിടക്കണ്. നമുക്ക് വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുമായിട്ട് ആ ജീവിതം ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. എത്രയോ ആളുകൾ ആ നബിയെ മറ്റാരെക്കാളും സ്നേഹിച്ചുകൊണ്ട് ആ ജീവിതത്തെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുകാൽ വെച്ച് പള്ളിയിൽ കയറിയത് കൊണ്ടാണ് നമ്മൾ വലതുകാൽ വെച്ച് കയറുന്നത്. നബി വലത് കൈ കൊണ്ട് തിന്നത് കൊണ്ടാണ് നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ നബിയെ നമുക്ക് മാതൃകയായിട്ട് അള്ളാഹു നിയോഗിച്ചു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് അള്ളാഹു നമ്മളെ കൃത്യമായിട്ട് ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ എന്താ വെച്ചാല്, നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്ന ഒരു ചെറിയ കാലഘട്ടം, അതാണ് നമ്മളുടെ ജീവിതം എന്ന ഒരു ചെറിയ ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ ജീവിതത്തിന് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. അത് നമ്മൾ മറന്നുപോയി. ഈ മരണത്തോടെ ആരംഭിക്കുന്ന, അല്ലെ, നമ്മളെ റൂഹ് പിടിക്കും, നമ്മുടെ അനുമതിയില്ലാതെ, നമ്മളോട് ചോദിക്കാതെ, നമ്മുടെ അറിവില്ലാതെ നമ്മൾ ജനിച്ച പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം മരിച്ചു പോകും. അതാണ് ഏറ്റവും ഉറപ്പായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു കാര്യമുള്ളൂ, നമ്മുടെ മരണം. ബാക്കിയൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അത് തീർച്ചയായും ഉറപ്പാണ്. നിങ്ങൾ ഈ വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നപ്പം നിങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ടല്ലോ, ഈ പരിപാടി ഇത്ര മണിക്ക് കഴിയും, നമ്മൾ വന്ന വണ്ടി അവിടെ വരുമെന്നത് നമ്മളെ മനസ്സിൽ എത്ര ഉറപ്പുണ്ട് നമുക്ക്? അതിനേക്കാൾ ഉറപ്പുള്ള കാര്യമാണ് എന്റെയും നിങ്ങളുടെയും മരണം എന്നത്. ആ മരണത്തോടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക.
അത് നമ്മളെ ആ ജീവിതത്തിന്റെ ഫ്രെയിമുക്ക് നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് വലിയ ദുരന്തങ്ങളാണ് സമ്മാനിക്കുക. ജീവിതം എന്നത് ഒരു പരീക്ഷണം മാത്രമാണ്. എന്താണ് അതിലെ പരീക്ഷണം? എന്താണ് അതിലെ പരീക്ഷണം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഇല്ലാ ലിയഅ്ബുദൂനി. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. എന്താണ് ആരാധന എന്ന് പറഞ്ഞാല്? എന്താണ് ആരാധന? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളുമാണ് ആരാധന എന്ന് പറഞ്ഞാൽ. അപ്പോ ഏതൊരവസ്ഥയിലും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ ക്ഷാമുണ്ടാവും, ക്ഷേമുണ്ടാവും, അതിൽ സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അതിൽ ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അതിൽ പ്രയാസം ഉണ്ടാവും, എളുപ്പമുണ്ടാവും. ഇത് ജീവിതമാണ്, ഇതൊരു പരീക്ഷണമാണ്. കാരണം എളുപ്പമുണ്ടായാലാണ് പ്രയാസം എന്താണെന്ന് അറിയാം. അപ്പൊ ഒരാളെ പ്രയാസപ്പെടുത്തണമെങ്കിൽ ഒരു എളുപ്പം എന്തെന്ന് അറിഞ്ഞ ഒരാൾക്കാണ് പ്രയാസം വരുമ്പോൾ പ്രയാസമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു ഇടകലർത്തി നൽകും. ആരോഗ്യം ഉണ്ടാവും, രോഗം തരും, ചിലപ്പം രോഗം മാറും, ചിലപ്പം മാറൂല. അപ്പൊ എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വ്യത്യസ്തരാകുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് അല്ലെ നമുക്ക് പനി വന്നു അല്ലെ, മറ്റു മതസ്ഥർക്കും ഇവിടെ പനി വരുന്നുണ്ട്. എല്ലാ അസുഖങ്ങളും ദുനിയാവിൽ ഒരേപോലെയാണ് അല്ലെ. നമ്മളെ BP കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മളെ BP കൂടിയാൽ തലച്ചോറിലെ ഞരമ്പ് പൊട്ടും, സ്ട്രോക്ക് വരും, ഒരു ഭാഗം തളരും, ഓർമ്മശക്തി നഷ്ടപ്പെടും, സംസാരശക്തി നഷ്ടപ്പെടും, വലതുഭാഗോ ഇടതുഭാഗോ തളർന്നു പോകും. ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ്. ഇത് വിശ്വാസിക്ക് മാത്രം വ്യത്യാസം സംഭവിക്കൂല. അതേപോലെ പക്ഷെ എവിടെയാണ് വ്യത്യാസം? നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് വ്യത്യാസം? ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്, അതിൽ നല്ല മുറിവേറ്റു, രണ്ടു കൂട്ടർക്കും മുറിവേറ്റു. അവിശ്വാസികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, അതേപോലെ വിശ്വാസികൾക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും അള്ളാഹു വ്യത്യാസം കാണിച്ചിട്ടില്ല. അവിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട്, വിശ്വാസികൾക്കും മുറിവേറ്റിട്ടുണ്ട്. രണ്ടു കൂട്ടരും വേദനയോടെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്താണ് വ്യത്യാസം? വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൽ പറയാണ്, എന്താണ്? ഇൻ തകൂനൂ തഅലമൂൻ ഇൻ തകൂനൂ തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന വേദന പോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട്. നമുക്ക് പനി വന്നു, അവർക്കും പനി വന്നു, രണ്ടു കൂട്ടർക്കും ശരീരം വേദനിക്കും, രണ്ടു കൂട്ടർക്കും തലവേദനിക്കും. നിങ്ങൾക്ക് ആക്സിഡന്റ് ആയി, എല്ലുപൊട്ടി, അവർക്കും എല്ലുപൊട്ടി, ഒരു വ്യത്യാസമില്ല. രണ്ടുപേർക്കും വേദന ഉണ്ടാവും, രണ്ടുപേർക്കും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. പക്ഷെ എന്താണ് വ്യത്യാസം? വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. വതർജൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണ്? അള്ളാഹു എനിക്കിതിന് കൂലി തരും, എനിക്ക് അള്ളാഹു ഇതിന് പ്രതിഫലം തരും. ആലോചിച്ച്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്നാണ്. അജബൽ ലി അംറിൽ മുഅ്മിൻ, അള്ളാഹു പറഞ്ഞ അത്ഭുതമാണെന്നാണ്. അത്ഭുതമാണ് ഒരു വിശ്വാസിയുടെ കാര്യം, അത്ഭുതമാണ്. അയാൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും, ഒരു സന്തോഷം ഉണ്ടായാൽ അപ്പൊ നന്ദി കാണിക്കൂ അല്ലെ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം, കുട്ടിക്ക് മാർക്ക് കിട്ടി അല്ലെ, കുട്ടിക്ക് ഒന്നും വേണ്ട, സ്കൂൾ ബസ് ഇറങ്ങി നമ്മളെ കുട്ടി വീട്ടിലേക്ക് സുരക്ഷിതമായി വന്നാൽ തന്നെ അൽഹംദുലില്ലാഹ് അല്ലെ. എന്തെല്ലാം കുട്ടികൾക്ക് അങ്ങോട്ട് സ്കൂൾ ബസ് കയറിയ ബസ് ആക്സിഡന്റ് ആകാം അല്ലെ, ആ ബസ്സിൽ കുട്ടി ഉറങ്ങിപ്പോയി ബസ് പൂട്ടി മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സ്കൂളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്കൂളിൽ കുട്ടികൾ വഴിതെറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇതൊന്നുമില്ലാതെ എൻ്റെ കുട്ടി ഇവിടെ തിരിച്ചെത്തി എന്ന് പറയുമ്പം അൽഹംദുലില്ലാന്ന് ഉള്ളു തുറന്നൊരു അൽഹംദുലില്ല പറയുമ്പം ആ അൽഹംദുലില്ലക്ക് എത്രയാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം? ഒന്നുമില്ല, വെറുതെ ആ കുട്ടി കയറി വരുമ്പോൾ ഒരു അൽഹംദുലില്ല പറഞ്ഞത് കൊണ്ട്. അപ്പോ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവന് സന്തോഷം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും, അതവന് ഖൈറാണെന്നാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും അല്ലെ. കുട്ടിയുടെ മുറിവയറ്റ വന്നുകണ്, മാസ്റ്റർ വിളിച്ചു, കുട്ടിന്റെ കയ്യുമക്ക് ബെഞ്ച് വീണുകണ്. അപ്പൊ നമ്മൾ ആരാ തള്ളിട്ടത്, എന്താ തള്ളിട്ടത്, ടീച്ചർ എവിടെ നോക്കി നിൽക്കേനു, ടീച്ചർക്ക് ഇതൊന്ന് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാപ്പിളനെയും കുട്ടി അവിടെ പോയിട്ട് 4 ഡയലോഗൊക്കെ അടിച്ച് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ നിൽക്കണ്. ഏതെങ്കിലും മാസ്റ്റർമാർ കുട്ടികളുടെ കയ്യുമക്ക് ബെഞ്ച് തള്ളിയിടുവോ? ആരെങ്കിലും വേണം വിചാരിച്ച് അങ്ങനെ ചെയ്യോ? ശ്രദ്ധിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്.
എന്താണ്? നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ പേടിക്കേണ്ടി വരില്ല, അല്ലേ? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ പേടിക്കും വേണ്ടാന്ന്. അതെന്താ? രണ്ട് കാര്യമാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും പ്രശ്നമുള്ളത്. ഒന്ന് ദുഃഖമാണ്, രണ്ട് പേടിയാണ്. ദുഃഖം എപ്പോഴും ഉണ്ടാകുക എപ്പോഴാണ്? കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകുക, അല്ലേ? അങ്ങനെ ചെയ്യേണ്ടില്ലേന്നു, അന്ന് ആ പെര വാങ്ങണ്ടില്ലേന്നു, വെള്ളമില്ല, അന്ന് നോക്കിയതുമില്ല, അന്ന് പെട്ടെന്ന് ഒരു പെര വില പറഞ്ഞ് കിട്ടിയപ്പെടുത്തു. ഇപ്പൊ എത്ര കിണർ കുത്തി, 2 കുഴൽക്കിണർ കുത്തി, വെള്ളം കാണില്ല. വാണ്ടില്ലേന്നു അന്ന് ഓരൊക്കെ കൂടി പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഞാൻ അപ്പോളേ പറഞ്ഞു വേണ്ട, ഇതിങ്ങനെ ഏതായാലും വാങ്ങി പെട്ട് നിൽക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടെന്താ? നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി ഒരു വിശ്വാസിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അതിങ്ങനെ പിന്നെയും വെച്ചിട്ട് പറയാൻ പാടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ലവ് എന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾ പറയരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവൂല. അത് കഴിഞ്ഞു, അത് അല്ലാഹുവിന്റെ ഖദറാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് റോളില്ല, അത് കഴിഞ്ഞു പോയി, ഞാനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമുക്കൊരു പ്രതിഫലം ഉണ്ടാവും. അല്ലേ? ഒരു പ്രയാസത്തിന് അള്ളാഹു പ്രതിഫലം തന്നെ. നിങ്ങൾക്ക് തറക്കുന്ന ഒരു മുള്ളിന് പോലും അല്ലേ? മുള്ളൊന്നും ഇപ്പൊ അങ്ങനെ പഴയമാതിരി തറക്കലില്ല, കാരണം ഒക്കെ പോട്ടായി ഇന്റർലോക്കാണ്, അല്ലേ? ആർക്കെങ്കിലും ഇപ്പൊ ഒരു അവസാനം ഈ ആഴ്ചയിൽ മുള്ളു തറച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞ ആഴ്ച മുള്ളു തറച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാഴ്ചൻ്റെ ഉള്ളിലില്ല. അത് പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് നമുക്ക് എല്ലപ്പോഴും ഒന്ന് അലോകത്തേക്ക് പോയാൽ തൊടുകൂടെ പോയാൽ മുള്ളു തറക്കും, അല്ലേ? ഇന്നിപ്പോ ഇവിടെ ഒക്കെ ഇന്റർലോക്കാണ്. അപ്പോ മുള്ളെന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരമായ, വളരെ കോമണായ അന്നത്തെ കാലത്ത് ഒരു കാര്യം. കാരണം ഇത് അവരോടാണല്ലോ ഇത് പറയണത്. അപ്പൊ പറയുന്ന ആൾക്കാർക്കനുസരിച്ചാണ്, കേൾക്കുന്ന ആൾക്കനുസരിച്ചാണ് നമ്മൾ പറയാം. അപ്പൊ മുള്ളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അത് അത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും ഒരു വിശ്വാസിക്ക് പ്രതിഫലം ഉണ്ട് എന്നാണ്. ഒരു ചെറിയ, നിങ്ങളെ മനസ്സിനേൽക്കുന്ന ഒരു ചെറിയ സങ്കടത്തിന് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും എന്ന് പറയുമ്പോൾ എന്താ പറയുക? ആ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു ജുർനി ഫീ മുസീബത്തി, അള്ളാഹു ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു ചെറിയ ഇടങ്ങേറുണ്ടാവും, അതങ്ങോട്ട് ശീലാക്കുക. ആ പ്രതിഫലം പടച്ചോൻ തരും, അതിൽ ക്ഷമിക്കുക. അതിലിങ്ങനെ ആക്ഷേപിച്ച് അതിൻ്റെ കുറ്റക്കാരാരാന്ന് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിളിച്ചിട്ട് അഞ്ചത്തിനെ വിളിച്ച, ആങ്ങളിനെ വിളിച്ച, വാപ്പാനെ വിളിച്ച, അമ്മാനെ വിളിച്ച, എന്നിട്ട് ഇങ്ങനെ പറയാം. എന്താ കുട്ടീൻ്റെ ബെഞ്ച് മൂണുകണ്, അത് അവിടെ ഓല് നോക്കിയില്ല. ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അതിന് അള്ളാഹു പ്രതിഫലം തരും. പടച്ചോൻ കണക്കാക്കിയത് അള്ളാഹ് കണക്കാക്കിയത് അള്ളാഹ് ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ക്ഷമിച്ചാൽ പടച്ചോൻ അളവറ്റ പ്രതിഫലം തരും. അങ്ങനെ കുറേ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടത്, അത് ആദ്യം തന്നെ പറയണം. ചില ആൾക്കാരെല്ലാം പറയേണ്ടതൊക്കെ പറയും, എന്നിട്ട് അവസാനം പിന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പടച്ചോൻ തന്നതല്ലേ വാങ്ങല്ലേ, അങ്ങനെ വാങ്ങിയിട്ട് കാര്യമില്ല. അത് ആദ്യം പറയണം. ഫസ്റ്റ് തന്നെ നമ്മൾ നിലപാട് വ്യക്തമാക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹോദരിമാരെ, ഈ ജീവിതം എന്നത് പരീക്ഷണമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന തന്നെ ഇതിനും വേണ്ടിയാണ്. ഈ എടങ്ങേറ് മുസീബത്തും കാണാനും അനുഭവിക്കാനും അതിൽ നന്നായി പ്രതികരിക്കാനും പടച്ചോന്റെ പൊരുത്തം നേടാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ ഇവിടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാനല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ വല്ല മരണമില്ലാത്ത, ക്യാൻസർ ഇല്ലാത്ത, മക്കൾ മരിക്കാത്ത, ഭർത്താവ് മരിക്കാത്ത, അമ്മായിമാന്റെ പ്രയാസങ്ങളില്ലാത്ത ഒരു നല്ല ലോകം അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ തരും. അത് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ സുഖമായിട്ട് പടച്ചോന് ആ കൃത്യമായി പടച്ചോന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതികരിക്കണം, നമ്മൾ ജീവിക്കണം. അതിനുള്ള ചെറിയൊരു ജീവിതമാണ് ഈ ജീവിതം. ഇതൊരു ടെസ്റ്റാണ്, ഇതൊരു പരീക്ഷയാണ് എന്ന ഫ്രെയിമിലേക്ക് നമ്മൾ വരുന്ന വേണം. എന്നാൽ മാത്രമേ സഹോദരങ്ങളെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാം, ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ ഒരായത്തുണ്ട്. അതായത് സൂറത്തു തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സൂറത്താണ്. തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം, മദീനയിൽ നിന്ന് കുറേ പോകണം. 1 മാസം ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോയാലാണ് തബൂക്കിലെത്തുക. എന്നിട്ട് അവിടെ യുദ്ധം ചെയ്യണം. അത് ഇവിടെ മദീനയിൽ ഇങ്ങനെ ഈത്തപ്പഴ പാകമായി വിളവെടുക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ആ യുദ്ധം നടക്കാൻ പോകുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ മദീനയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളവെടുപ്പിന്റെ ഒരു സമയത്ത് നിന്ന് അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് എങ്ങോട്ട് പോകണം? തബൂക്ക് പോകണം. അത് നടന്നു പോകാൻ പറ്റൂല, ഒരു ഒട്ടകോ കഴുത എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ പറ്റൂല. വണ്ടിയുള്ളവർക്ക്, മുതലാളിമാർക്കേ പോകാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ കാലത്ത് ഒരു വണ്ടിയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കഴുതെങ്കിലും വേണം യുദ്ധത്തിന് പോകണമെങ്കിൽ. അപ്പൊ വളരെ ദരിദ്രരായ സഹാബിമാർക്ക് പോകാൻ ചാൻസ് ഇല്ല യുദ്ധത്തിന്. അങ്ങനെ എന്നാൽ അങ്ങേ അറ്റത്തെ ആഗ്രഹമുണ്ട് യുദ്ധത്തിന് പോകണമെന്ന്. അപ്പൊ അവര് ബൈത്തുൽ മാലിന്ന്, നബിന്റെ അടുത്ത് ബൈത്തുൽ മാലിന്ന് വല്ല വണ്ടിയും ഫ്രീ ആയിട്ട് കിട്ടുമോ യുദ്ധത്തിന് പോകാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് വന്നതാണ് നബിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ബൈത്തുൽ മാലിൽ ആർക്കും അങ്ങനെ കൊടുക്കാൻ അവിടെ വണ്ടിയില്ല, ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കഴുതേ ഒട്ടകോ കുതിരയോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ചില സഹാബിമാർക്ക് യുദ്ധത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അവര് അവിടുന്ന് തിരിച്ചു പോരുന്ന രംഗം അള്ളാഹു സൂറത്തു തൗബയിൽ പറയാണ്. എന്താണ്? വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി. അതായത് നിങ്ങൾക്ക് തരാൻ ഇവിടെ വണ്ടിയൊന്നും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ചില ആളുകളെ അവിടുന്ന് തിരിച്ചയച്ചു. അപ്പോൾ ഓല് പുറത്തിറങ്ങിയിട്ട് നമ്മളൊക്കെയാണ് എന്താ പറയാ, നമ്മളൊക്കെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് വിളിച്ചു, നബിൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായിട്ട് വന്നു. നമ്മളെങ്ങനെങ്കിലും പോകേണ്ടി വരുമോ പേടിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ തൽക്കാലത്തിന് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തബൂക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ച് പറയുക, തൽക്കാലം നമ്മൾ കഴിച്ചില്ലാണ്, അവിടെ വണ്ടി ഇല്ലാന്ന്. ഇതങ്ങനല്ല, ഇത് പുറത്തിറങ്ങിയിട്ട് അവരുടെ മനസ്സ് അല്ലാഹു നമുക്ക് പറയാനാണ്. എന്താണ്? നിനക്കവരെ കാണാം. എങ്ങനെയാണ്? അവരുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് സങ്കടം കൊണ്ട് ഉറ്റിറ്റ് വീഴാണ്. എന്തിന്? യുദ്ധത്തിന് പോകാൻ പറ്റാത്തതില്. അത് അവരുടെ ഒരു മനസ്സാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെ തബൂക്കിലേക്ക് പോകാൻ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു വണ്ടി കിട്ടാത്തതിലുള്ള സങ്കടം കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഉറ്റിറ്റ് വീഴുന്നതായി നിനക്ക് കാണാമെന്ന്. ഇത് ലോകാവസാനം വരണ മുസ്ലിങ്ങളെ കൊണ്ട് ഈ ആയത്ത് അല്ലാഹു ഇങ്ങനെ ഓദിക്കാണ്. ഓരോ മനസ്സാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഓരെ പറ്റി നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, അല്ലാഹു തൃപ്തിപ്പെട്ടവരെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടോ? അതാണ് ആ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ച, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഈമാൻ കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്ന, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, വിചാരണയുണ്ട്, മലക്കുകളുണ്ട്, വേദഗ്രന്ഥങ്ങളുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് എന്ന് കൃത്യമായി വിശ്വസിച്ച് 5 നേരം നമസ്കരിച്ച് റമദാനിൽ നോമ്പ് നോൽക്ക്, ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണിത്. നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയല്ല, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഏതൊരു പരീക്ഷണത്തിലും ഞാൻ എൻ്റെ റബ്ബിന്റെ തൃപ്തികേട് ഏറ്റെടുക്കൂല, തൃപ്തികേട് വാങ്ങൂല. എന്റെ റബ്ബിന് എന്താണോ ഇഷ്ടപ്പെട്ടത്, അല്ലാഹുവും റസൂലിനും പൊരുത്തമുള്ളത് എന്താണോ അതാണ് എന്റെ ഇഷ്ടം, എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നിടത്താണ്, അങ്ങനെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏതൊരു പ്രയാസത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ വരണമാണ്. അപ്പോ എന്ത് തന്നെ സംഭവിച്ചാൽ നിങ്ങളെ ചോക്കി, ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്നുള്ളത്. അപ്പൊ വലിയ വലിയ പ്രതിസന്ധികൾക്ക് നിങ്ങളെ ചോക്കി, ഭർത്താവ് മരിക്കുക, ചെറുപ്പത്തിലെ മക്കൾ മരിച്ചു പോവുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് ജീവിച്ചിരിക്കുക, മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. സ്വന്തം മകളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ, സ്വന്തം പേരക്കുട്ടികളെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? സ്വന്തം മകന് മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു പിതാവ്, ഇതൊക്കെ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളാണ്. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത കാര്യങ്ങളാണ്. ഒരാളെ എങ്ങനെയാണ് 25 വയസ്സായ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം 2 ബൈക്കും കൂട്ടിയിടിച്ച് 3 കുട്ടികൾ, 2 കുട്ടികൾ സ്പോട്ടിൽ മരിച്ചു. 22, 19 വയസ്സായ ഒരു 22 വയസ്സായ ഒരാളൊക്കെ വളർത്തി വലുതാക്കി ഒരവസ്ഥയിലെത്തിയിട്ട് ആ മരണവാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു പിതാവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കുക?
പക്ഷേ നമുക്ക് പറയാൻ വാക്കുകളുണ്ട്. ഇതല്ല ജീവിതം. മരണത്തോട് ആരംഭിക്കുന്നതാണ് ജീവിതം. തൗഹീദുള്ള മക്കളാണോ കുറച്ചൊക്കെ തോന്നിയാസുണ്ടെങ്കിലും എന്റെ മക്കൾക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ നാളെ സ്വർഗം കിട്ടുമെന്ന് ആശ്വസിപ്പിക്കാമെന്നാണ്. കാരണം സൂറത്ത് തൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മക്കളെ സ്വർഗത്തിലേക്ക് ആക്കി കൊടുക്കുമെന്നാണ്. പക്ഷെ തൗഹീദ് വേണ്ട സഹോദരങ്ങളെ. തൗഹീദെങ്കിലും മക്കൾക്കുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ സമ്മാനമാണ്, വലിയ ഓഫറുകളാണ്, വലിയ പ്രതിഫലമാണ് അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു അഖീദ, ഈ ഒരു ശരിയായ വിശ്വാസം, ജീവിതം എന്തിനു വേണ്ടി എന്ന ഏറ്റവും ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. പരീക്ഷണത്തിനെ പറ്റി പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയ പ്രതിസന്ധി അല്ലെ, ഒരു മരണവാർത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുസീബത്താണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയി നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എന്തെങ്കിലും കഴിച്ച് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാം. പക്ഷെ മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെ, ഒരു മുസീബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ കൽപ്പിച്ചതാണെന്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം എന്താണ്, നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. ഇവിടെ പടച്ചോൻ പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ എപ്പോ എവിടെ വെച്ച് എങ്ങനെ ഈ ജീവിതം അവസാനിച്ചാലും നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും ഇങ്ങനെ, ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഓരോരുത്തരും നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു മുതർജിമില്ലാതെ നിങ്ങളൊക്കെ നാളെ അള്ളാഹുവിനോട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഓരോരുത്തരും തന്റെ വലതുഭാഗത്തേക്ക് നോക്കുമെന്നാണ്. അപ്പൊ താൻ ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ അവിടെ കാണുന്നതാണ്. അപ്പൊ അദ്ദേഹം ഓരോരുത്തരും തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്നതാണ്, അവിടെ താൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ കാണുന്നതാണ്. അപ്പൊ മനുഷ്യൻ മുന്നിലേക്ക് നോക്കുമെന്നാണ്, അവിടെ അങ്ങനെ നരകത്തെ കാണുമെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ, വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചൊള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഒരു കാരക്കന്റെ ചൊള എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറുതാണ്, എത്ര നിസ്സാരമാണ് അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമുക്ക് ഓരോരുത്തരും അജ്ജനും ഉംറക്കും ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ തന്നെ എത്രയോ ഈത്തപ്പഴമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. പുറത്തു പോയാലും നമുക്ക് ഈത്തപ്പഴം വാങ്ങാം. ഒരു കാരക്കയുടെ ചുള എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. നോമ്പിന് ഒരു കാരക്കെടുത്തിട്ട് 4ഉം 6ഉം കീറാക്കിയിട്ട് ഒരു കീറ് കിട്ടിയൊരു കാലുണ്ടായിരുന്നു. ആ ഒരു ചുള കൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിലും ഒരു നരകത്തെ കാക്കണം എന്ന് പറയുമ്പം അതിന്റെ ഗൗരവം എത്രയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് എന്താണ്? ഈ ജീവിതത്തിന്റെ സന്തോഷമല്ല, പരലോകത്ത് നാളെ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച് ആ അള്ളാഹുവിന്റെ വിരുന്നായ സൽക്കാരമായ പ്രയാസരഹിതമായ സന്തോഷങ്ങളുടെ ലോകമായ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചത് ആ തൗഹീദാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹുവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ ഉടമപ്പെടുത്തുന്നതും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും. എല്ലാറ്റിനും കഴിവുള്ളവൻ അവൻ മാത്രമാണ് എന്ന ഏറ്റവും അചഞ്ചലമായ തൗഹീദ്, അത് കറകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിനെ കാണാനും മനസ്സിലാക്കാനും, അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും സ്നേഹിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോഴേ അപ്പം അദ്ദേഹം ഇടയ്ക്കിങ്ങനെ കളിയാക്കിയാണ്ട് പറയലുണ്ട്, എന്താണ്, നമ്മളൊക്കെ കുറച്ച് ഓവറാണ് അല്ലേ, ഈ താടി ഇത്ര വലിയ, ഡോക്ടർമാർക്കൊക്കെ എത്ര വലിയ താടി വേണോ അല്ലേ. അപ്പൊ എൻ്റെ വല്യമ്മയും പണ്ടൊക്കെ ചോദിച്ചിരുന്നു, ഈ ഡോക്ടറല്ലടാ താടിയൊക്കെ ഒന്ന് ചെറുതാക്കി കൂടെ എന്ന് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഓവറാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഇത്രയൊന്നും വേണ്ടാന്ന് പറയണ പോലെ അല്ലേ. ഒരു ദിവസം ഒരാൾ പള്ളിക്കെന്ന് കണ്ടപ്പോഴേ മൂപ്പരെ മോക്ക് ഒരു പുതിയാപ്പള്ളമാണെന്നാണ്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അവിടെ വർത്താനം പറയണ്ട. അപ്പോൾ ഞാൻ ഒരു തമാശ പറയാച്ചു.
മൂപ്പരെ മോക്കൊരു പുതിയാപ്പള്ളമാണെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു വല്ലാതെ അങ്ങോട്ട് ഓവറാകണ്ട കേട്ടോ പറഞ്ഞു. ഒരു അസറാൻ കൊടുക്കണതിന് മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ മതിയായിരുന്നു. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് അങ്ങനെ മണ്ടിപ്പോണ ജാതി മാണ്ടാണ്. അസറാൻ കൊടുക്കണതിന് മുമ്പ് ളുഹർ നിസ്കരിച്ചൊരു മാപ്പള്ളമാണെന്ന് മൂപ്പരെ മോക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഓവറാണെന്ന് വിചാരിക്കണ കുറേ ആൾക്കാർ നമ്മൾ അപ്പുറപ്പുറമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്നോട് ചോദിച്ചു, അല്ല ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചു. മൂപ്പരോ നമ്മൾ ഭാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷനാകണം. ഇപ്പം എൻ്റെ മാപ്പിളക്ക് എന്തെങ്കിലും വരുമോ, എനിക്കെന്തെങ്കിലും അസുഖം വന്ന് എൻ്റെ മാപ്പിള വേറെ കല്യാണം കഴിക്കുമോ, അല്ലെ അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ടാവും. എനിക്കെന്തെങ്കിലും അസുഖം വരുന്നുണ്ട്, ഞാൻ ക്യാൻസർ ആകുക, ഇപ്പം ചെറിയൊരു മുഴ ഉണ്ട് ഇവിടെ, ഇത് ക്യാൻസർ ആണോ, ഒന്ന് പോയി നോക്കിയാലോ, ഇവിടെ ഇങ്ങനെ ചോദിക്കും എന്ത് നീ ആ മരിച്ചങ്ങൾ വേറെ പെണ്ണിട്ടോ അല്ലേ. അങ്ങനെ ഒരു എല്ലാത്തിനും ബേജാറ്. എന്തെങ്കിലും വരുമോ, ഇപ്പോൾ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഒരു പനി വന്നാൽ ഇത് കൊറോണ ആകുമോ, ഇത് മരിച്ചോ, ഇത് എപ്പോൾ ഒരു മഞ്ഞപ്പിത്തം വരുമ്പോഴത്തേന് എത്ര മഞ്ഞപ്പിത്തം വന്നാൽ പ്രശ്നമാകുമോ, ലിവർ പോകുമോ, അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ബേജാറ്. അതാണ് ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനാകുക. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, അപ്പം അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു. അപ്പം പിന്നെ കളിയാക്കിയാണ് മൂപ്പരാണോ, നിങ്ങളെ പരിപാടി തന്നെ, നിങ്ങളെ പരിപാടി തന്നെ ഏറ്റവും നല്ലത്, അല്ലെ ഏറ്റവും എളുപ്പം. അതെന്ന് വെച്ചു എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. എല്ലാം നമ്മൾ പടച്ചോനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെന്താ ഒരു പ്രശ്നം? അതാണ് എളുപ്പമുണ്ടെങ്കിൽ പിന്നെ ആ മാർഗത്തിന് പിന്നെ എന്താ ഒരു പ്രശ്നം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ മറുപടി. അതിന് എല്ലാവരും പ്രശ്നമൊക്കെ ഏറ്റെടുക്കാൻ ഇപ്പോൾ പടച്ചോന് വയ്ക്കുമെന്ന് നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഫഅലം, നിങ്ങൾ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന കാര്യങ്ങൾ അറിയണം. അതായത് അള്ളാഹ് ആരാണെന്ന് നിങ്ങൾ അറിയണം. അള്ളാഹിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങളെല്ലാവരും പ്രശ്നം ഏറ്റെടുക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല സഹോദരങ്ങളെ. അപ്പൊ അള്ളാഹിനെ പറ്റി നമ്മൾ അള്ളാഹിന്റെ ഓരോ പേര് നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ അള്ളാഹ് ആരാണെന്ന് നമ്മൾ അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പം, അള്ളാഹു വദൂദാണെന്ന് പറയുമ്പം, അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം പൊറുത്തു തരുന്നവനാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതൊക്കെ അള്ളാഹിന്റെ ഓരോ പേരുകളാണ്. അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. നമ്മൾ ചെയ്ത എത്രയോ പാപങ്ങൾ അള്ളാഹു മറച്ചു വെച്ചത് കൊണ്ടല്ലേ സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും അറിയുകയാണെങ്കിൽ നമ്മളെ വ്യക്തിത്വത്തിന് എന്ത് വിലയുണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് അള്ളാഹു കാരുണ്യവാനല്ലേ. അള്ളാഹിന്റെ ഓരോ പേരും, പാപങ്ങൾ പൊറുക്കുന്നവൻ, ആകാശത്തിന്റെ ഉച്ചയോളം പാപങ്ങൾ ചെയ്താലും നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പടച്ചോൻ പൊറുത്തു തരുമെന്നാണ് അല്ലേ. പടച്ചോൻ എന്താണ്? പടച്ചോൻ എല്ലാം ഒരു പ്രയാസം ഉണ്ടാവും, നമ്മൾ ആലോചിക്കേണ്ട എന്താരോ, ഈ പ്രയാസം റബ്ബ് തന്നതല്ലേ എന്നാണ്. ഈ പ്രയാസത്തിന്റെ പരിഹാരം റബ്ബിന് അറിയില്ലേ? അറിയും. നമ്മളെ മനസ്സ് നൊമ്പരപ്പെടുന്നത്, എന്റെ മനസ്സ് വിഷമിക്കുന്നത്, എന്റെ മനസ്സ് ഉരുകുന്നത് എന്റെ റബ്ബ് അറിയുന്നുണ്ടോ? എന്റെ റബ്ബ് അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. എന്റെ റബ്ബ് അറിയുന്നുണ്ട്. അതിനുള്ള പരിഹാരം അറിയുന്നവനാണ് എന്റെ റബ്ബ്. ആ പരിഹാരം നടത്തിത്തരാൻ കഴിവുള്ള ഖദീറാണ് എന്റെ റബ്ബ്. ആ അള്ളാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ അള്ളാഹു സമീഅാണ്. എന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും എന്റെ മനസ്സിന് ഒച്ചയില്ലെങ്കിൽ പോലും എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയാൻ, എന്റെ മനസ്സിന്റെ ഉള്ളിലെ തേട്ടം അറിയുന്നവനാണ് എന്റെ റബ്ബ്. സമീഅാണ്. ആ തേട്ടത്തിന് ഉത്തരം നൽകുന്ന മുജീബാണ് എന്റെ റബ്ബ്. അതിന് കഴിവുള്ളവനാണ്, ഖദീറാണ് എന്റെ റബ്ബ്. പടച്ചോന്റെ ഓരോ പേരും നമുക്ക് അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. അങ്ങനെയൊക്കെ ഓരോ പ്രതിഫലങ്ങൾ. ഒരു നന്മക്ക് മിനിമം 10 പ്രതിഫലം, മിനിമം 10. ഒരു തെറ്റിന് ഒരു ശിക്ഷ പോലും ഇല്ല. ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ തന്നെ അള്ളാഹു മലക്കിനോട് എന്താ പറയാറിയോ? അത് രേഖപ്പെടുത്തല്ലേ. അവൻ തൗബ ചെയ്യോ എന്ന് നോക്ക്. അവൻ തൗബ ചെയ്യോ നോക്കിയിട്ട് എഴുതിയാൽ മതി എന്നാണ് ഒരു തെറ്റിന്റെ കാര്യം. അത് തൗബ ചെയ്താൽ പുറത്തേരും ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ നമ്മൾ വിചാരിച്ചു മാണ്ട അല്ലേ, പടച്ചോൻ എന്താ വിചാരിക്കുക, മാണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വിചാരിച്ച തെറ്റ് പടച്ചോൻ ആലോചിച്ച് ചെയ്യാതെന്നാൽ അതിനും ഒരു കൂലിയാണ്.
പക്ഷെ ഒരു തെറ്റ് ചെയ്ത് അത് തൗബ ചെയ്യാതിരുന്നാൽ മാത്രമേ അത് രേഖപ്പെടുത്തുന്നുള്ളൂ. ഒരു നന്മക്ക് 1 10 പ്രതിഫലം. അത് ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് ചിലപ്പോൾ 70 ആവും, ചിലപ്പോൾ 700 ആവും, ചിലപ്പോൾ 70,000 ആവും, ചിലപ്പം കണക്കില്ലാതെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. ഇങ്ങനത്തെ പ്രതിഫലദാതാവായ ഒരു അള്ളാഹുവിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? നമ്മൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കണം, സമയം കഴിഞ്ഞു. നമ്മളെ പല ആളുകളുടെയും ജീവിതത്തിൽ ഈ ആത്മഹത്യക്ക് വരുന്നയും സങ്കടം പ്രയാസമൊക്കെ പറയാൻ വരുന്ന ആൾക്കാരോട് പ്രശ്നങ്ങൾ ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചോദിച്ചാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെടുത്തുനിന്ന് നമുക്ക് ചെറിയ ഒരു വിഷമം ഉണ്ടാവുമ്പോഴാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുക. ഇപ്പോൾ ഒരാൾ ഭർത്താവിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ ആ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എന്തോ ഒരു ഇഷ്ടക്കേട് വന്നാൽ ഭയങ്കര സങ്കടം. ഒരു ദിവസം ഒരു കുട്ടി ആത്മഹത്യക്ക് ചെയ്തു വന്ന്, അപ്പോൾ എന്താ ചോദിച്ചു? ഉമ്മ ചീത്തറിഞ്ഞു. അപ്പം എന്താ എൻ്റെ അമ്മ എന്നെ ചീത്തറിഞ്ഞില്ല ചോദിച്ചു. നമ്മളൊക്കെ നമ്മളെ ചീത്തറയില്ല, എത്ര വട്ടം ചീത്തറിഞ്ഞു അല്ലേ? അപ്പോൾ മോളെ ചീത്തറയില്ല. അപ്പോൾ ചീത്തറിഞ്ഞ നോക്കുന്ന ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ, ചില ആൾക്കാർ ഭർത്താവ് എന്നെ മനസ്സിലാക്കില്ല, ഒരു പെണ്ണ് ആത്മഹത്യ ശ്രമിച്ചു വന്ന. അപ്പോൾ എന്താ കാരണം? ഞാൻ അയാൾ എത്ര സ്നേഹിക്കേണ്ടി വരും, പക്ഷേ അയാൾ എന്നെ മനസ്സിലാക്കണില്ല. അയാൾ എന്നെ എൻ്റെ മനസ്സ് ഇത്രക്കായിട്ട് അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല, ഭാര്യയല്ല, അല്ലെങ്കിൽ വാപ്പാനല്ല, ഉമ്മാനല്ല. ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയാണ്. മനസ്സിലാക്കുക, ആ സ്നേഹത്തിലൊരു നഷ്ടം ഉണ്ടാവില്ല. അതിന് ഇരട്ടിക്ക് റിട്ടേൺ കിട്ടുന്ന സ്നേഹമാണ്. അതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടക്കേടുണ്ടാക്കുന്ന, അള്ളാഹു റസൂലും കൽപ്പിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ വിരോധിച്ച കാര്യം അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് മക്കളിൽ വരുന്നുണ്ടെങ്കിൽ, അത് കുടുംബത്തിൽ വരുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ പറയേണ്ടടുത്ത് പറയണം, തടയേണ്ടടുത്ത് തടയണം. അതിനൊന്നും പറ്റൂലെങ്കിൽ ഒരു വെറുപ്പെങ്കിലും അതിന് മനസ്സിൽ നമ്മൾ അതിനോട് കാണിക്കണം. അതാണ് നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും വെച്ച് പുലർത്തേണ്ട നിലപാട്. ആ ഒരു നിലപാടിൽ നിങ്ങൾ പടച്ചോനെ സ്നേഹിച്ച് പടച്ചോനെ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മൾ ആലോചിക്ക്, ആൾക്കാർ എപ്പോഴും പറയാൻ തരോ, എന്നോട് എന്തിനാ പടച്ചോ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണം. ചില ആൾക്കാർ പറയണാണ് നമ്മളോട്, 4 മണിക്ക് 3 മണിക്ക് നീച്ച് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു അല്ലേ, ഇന്നേ വരെ ഞാൻ ഒരാളും വിഷമിപ്പിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് എനിക്കിത് പടച്ചോൻ തന്നുകട്? നിങ്ങൾക്ക് തന്നെയാണ് തരിക. അങ്ങനെ നിസ്കരിച്ചവർക്ക് തന്നെയാണ് ഇത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ആലോചിച്ച്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്, ഖലീലുല്ലാഹ് എന്നാണ്. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, വയസ്സാം കാലത്ത് ഒരു കുട്ടി ഉണ്ടായി അല്ലേ, ആ കുട്ടിനും ഉമ്മാനും കൂടി എവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു? ആളില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു. എന്നിട്ടോ അതിന് നല്ലൊരു പ്രായത്തിയപ്പോൾ അതിനെ അറുക്കാൻ പറഞ്ഞു. ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട ഒരു പ്രവാചകൻ. അവിടെ നിന്നും ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചതെന്താ? ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ലാഹു മതി എന്നാണ്. അങ്ങനെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ അങ്ങനെ സ്നേഹിക്കണം. ഓരോ ചെറിയ പ്രശ്നം വരുമ്പോഴും അതിൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും, ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ പടച്ചോൻ നോക്കുകയാണ്, എനിക്ക് യാതൊരു സങ്കടവുമില്ല എന്ന് പടച്ചോൻ എന്നെ അതറിയുന്നുണ്ട്, എനിക്ക് പ്രതിഫലം തരുമെന്ന് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കും. ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ നമസ്കരിക്കുകയും, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്ന. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക, കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുക. നമ്മൾ അള്ളാഹുവും റസൂലിനും പൊരുത്തക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരലോകം നമുക്കുള്ളതാണ്. വിചാരണ എന്തെന്ന് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പാകപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അക്കായ ദീന് മനസ്സിലാക്കാനും അത് പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.